ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഒരു സീസണിലെ ആദ്യ മത്സരങ്ങൾ മുംബൈ ഇന്ത്യൻസ് തോറ്റുകൊണ്ട് തുടങ്ങുന്നത് ഇതാദ്യമല്ല. സീസണിന്റെ തുടക്കത്തിൽ തുടർച്ചയായി മത്സരങ്ങൾ തോറ്റ ശേഷം പിന്നീട് തിരിച്ചു വന്ന് കപ്പടിച്ച ചരിത്രമുണ്ട് മുംബൈ ഇന്ത്യൻസിന്. എന്നാൽ അങ്ങനെ ഒരു ജൈത്രയാത്ര എപ്പോഴും സംഭവിക്കുന്ന ഒന്നല്ല എന്ന ബോധ്യം ഏറ്റവും കൂടുതലുള്ളത് മുംബൈ ഇന്ത്യൻസിന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ 2 എവേ മത്സരങ്ങൾക്ക് ശേഷം സ്വന്തം കാണികളുടെ മുന്നിലേക്ക് തിരിച്ചെത്തുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ സീസണിലെ ആദ്യ വിജയത്തിനായി വാങ്കഡയിൽ ഇറങ്ങുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് അവരുടെ എതിരാളി. ചെപ്പോക്കിൽ വെച്ച് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യ മത്സരം. അവിടെ അവർ പരാജയപ്പെട്ടു. അതിനുശേഷം അഹമ്മദാബാദിൽ വെച്ച് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിട്ടപ്പോഴും വിധി മറ്റൊന്നായിരുന്നില്ല. അങ്ങനെ 2 എവേ മത്സരങ്ങളിൽ പരാജയം രുചിച്ച ശേഷമാണ് അവർ തിരികെ വാങ്കഡയിൽ എത്തുന്നത്. വളരെ മികച്ച ഇന്ത്യൻ കോറുള്ള, സ്റ്റാർ ബാറ്റേഴ്സ് ഉള്ള, മാച്ച് വിന്നേഴ്സ് ഉള്ള ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. എങ്കിലും അവരുടെ മുന്നിൽ ചോദ്യചിഹ്നങ്ങൾ ഇല്ലാതെയില്ല. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ ജസ്പ്രീത് ബുംറ എന്ന് ടീമിൽ ജോയിൻ ചെയ്യുമെന്നതിന് യാതൊരു ഉത്തരവുമില്ല. ജസ്പ്രീത് ബുംറ ഉണ്ടാക്കുന്ന ഒരു വിടവ് നികത്താനാവുന്നതുമല്ല. അതുപോലെ ഓപ്പണിംഗിൽ സ്റ്റാർ ബാറ്റർ രോഹിത് ശർമ്മയുടെ ഫോം. 2022 ശേഷം IPL ആദ്യ ഓവറിൽ ഏറ്റവും കൂടുതൽ തവണ പുറത്തായിട്ടുള്ള ബാറ്റർ രോഹിത് ശർമ്മയാണ്, 7 തവണ. അദ്ദേഹം ഇന്ത്യൻ ടീമിന് നൽകുന്നത് പോലെ മികച്ചൊരു തുടക്കം മുംബൈ ഇന്ത്യൻസും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ടീം സെലക്ഷനിലുള്ള ചില ഇഷ്യൂസ്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ആദ്യ മത്സരത്തിൽ അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് മലയാളി യുവതാരമായ വിഘ്നേഷ് പുത്തൂർ ആണ്. എന്നാൽ ഗുജറാത്തിനെതിരായ 2ാം മത്സരത്തിൽ വിഘ്നേഷിനെ ടീമിൽ നിന്ന് ഒഴിവാക്കി. അതുപോലെ ആദ്യ മത്സരത്തിൽ കളിച്ച വിൽ ജാക്സും 2ാം മത്സരത്തിൽ ടീമിൽ ഇടം കണ്ടില്ല. ഹാർദിക് പാണ്ഡ്യ 2ാമത്തെ മത്സരത്തിൽ തിരികെ എത്തിയെങ്കിലും ഈ ടീം സെലക്ഷൻ ഉണ്ടായ ആ ഒരു ചെറിയ പാളിച്ച ടീമിനെ കുറച്ചുകൂടി വീക്ക് ആക്കുകയാണ് ചെയ്തത്. ആ മത്സരത്തിൽ ടീമിലെത്തിയ മുജീബിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ മുംബൈയെ അലട്ടുന്ന മറ്റൊരു വിഷയമാണ് അവരുടെ ഓപ്പണിംഗ് ബൗളർമാരുടെ ഫോം. ദീപക് ചഹാർ, ട്രെന്റ് ബോൾട്ട്. ഞാൻ എന്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ട്രെന്റ് ബോൾട്ടിനെ പോലെ പവർ പ്ലേയിൽ അപകടകാരിയായ മറ്റൊരു ബോളറില്ല. അതുപോലെ തന്നെയാണ് ദീപക് ചഹാർ. IPL ചരിത്രത്തിൽ തന്നെ പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് എബിലിറ്റിയുള്ള ബോളർമാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ടോപ്പ് 5-ൽ തന്നെ വരുന്ന ബോളർമാരാണ് ട്രെന്റ് ബോൾട്ടും ദീപക് ചഹാറും. എന്നിട്ടും ആദ്യ 2 മത്സരങ്ങളിൽ എതിർ ടീമിന്റെ ബാറ്റിംഗ് ഒരു ഡെന്റ് ഉണ്ടാക്കാൻ ഇരുവർക്കും കഴിഞ്ഞിട്ടില്ല. ഇതും മുംബൈ ഇന്ത്യൻസിനെ ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗ് ഓർഡറിൽ വരുത്തിയൊരു ചേഞ്ചും വലിയ ചർച്ചയായിരുന്നു. ചേസിനിടയിൽ 5ാമനായി ഹാർദിക് പാണ്ഡ്യ ഇറങ്ങേണ്ട സ്ഥാനത്ത് റോബിൻ മിൻസിനെയാണ് അവർ നിയോഗിച്ചത്. ആ പരീക്ഷണവും പാളിപ്പോയി. പിന്നീട് വന്ന ഹാർദിക് പാണ്ഡ്യയ്ക്കാവട്ടെ അതനുസരിച്ച് ഒരു സ്ട്രൈക്ക് റേറ്റ് ഉയർത്തി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ മുംബൈ ഇന്ത്യൻസ് സൈഡിന് മുന്നിലുള്ള ചോദ്യചിഹ്നങ്ങളാണ്. ഇതിനെല്ലാം ഉത്തരങ്ങൾ കണ്ടെത്താൻ കൂടിയായിരിക്കും അവർ ഇന്ന് വാങ്കഡയിൽ ഇറങ്ങുക. ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കാര്യമെടുത്താൽ മുംബൈയെ അപേക്ഷിച്ച് ഒന്നുകൂടെ സെറ്റിൽഡ് സൈഡാണ് അവർ. ഈ സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ ഈഡൻ ഗാർഡൻസിൽ വെച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് കനത്ത പരാജയം ഏറ്റുവാങ്ങിയെങ്കിലും 2ാമത്തെ മത്സരത്തിൽ അവർ ശക്തമായി തിരികെ വന്നു. ഗുവാഹട്ടിയിൽ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ അവർ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ക്വിന്റൺ ഡിക്കോക്ക് പുറത്താകാതെ 97 റൺസ് എടുത്ത് വിജയശില്പിയായി. രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള 2ാമത്തെ മത്സരം കളിക്കാതിരുന്ന സുനിൽ നരൈൻ ഫുള്ളി ഫിറ്റായി കഴിഞ്ഞു. അതോടെ മൊയിൻ അലിക്ക് പകരം തന്റെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് സുനിൽ നരൈൻ തിരികെ എത്തും. KKR ക്യാപ്റ്റനായ അജിൻക്യ രഹാനെക്ക് ഇതൊരു ഹോം മത്സരത്തിന് തുല്യമാണ്. കാരണം രഹാനെ മുംബൈ താരമാണ്. മുംബൈ ഇന്ത്യൻസ് നല്ല ഫോമിലല്ലാത്തതിനാൽ അവരെ തോൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച അവസരമാണിതെന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കോച്ച് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് പറയുന്നു. ഇനി ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ള 34 തവണയിൽ 23 തവണയും വിജയം മുംബൈക്കൊപ്പമായിരുന്നു. എന്നാൽ റീസെന്റ് സ്റ്റാറ്റ്സ് നോക്കിയാൽ കാര്യം നേരെ വിപരീതമാണ്. കഴിഞ്ഞ 6 മത്സരങ്ങളിൽ 5 തവണയും വിജയം കൊൽക്കത്തയ്ക്കൊപ്പം നിന്നു. റൺസ് ഒഴുകുന്ന റെഡ് സോയിൽ പിച്ചാണ് വാങ്കഡയിലേത്. അതുപോലെ നീളം കുറഞ്ഞ ബൗണ്ടറികളും. ഒരു റൺ മഴ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ടീം ന്യൂസിലേക്ക് വന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിഘ്നേഷ് പുത്തൂർ മുജീബിന് പകരം ടീമിലെത്തിയേക്കും. അതുപോലെ തന്നെയാണ് വിൽ ജാക്സിന്റെയും കാര്യം. മുജീബ് ടീമിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരു ഓവർസീസ് സ്ലോട്ട് കൂടി ഫ്രീ ആവും. അതിൽ മിക്കവാറും വിൽ ജാക്സ് തന്നെയായിരിക്കും വരിക. പിന്നൊരു ഓപ്ഷൻ ഉള്ളത് കോർബിൻ ബോഷനാണ്. ഇതാണ് മുംബൈ നിരയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള 2-3 ചേഞ്ചുകൾ. കൊൽക്കത്തയുടെ കാര്യം പറഞ്ഞാൽ ഫുള്ളി ഫിറ്റായ സുനിൽ നരൈൻ ടീമിൽ തിരിച്ചെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. മൊയിൻ അലി ആയിരിക്കും സുനിൽ നരൈന് വഴിമാറി കൊടുക്കുക. അതല്ലാതെ ആ ടീമിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. സുനിൽ നരൈൻ ടീമിൽ തിരികെ എത്തുന്നതോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സ്പിൻ അറ്റാക്ക് ഒന്നുകൂടി ശക്തിപ്പെടും. വരുൺ ചക്രവർത്തി നല്ല ഫോമിലാണ്. കൂടെ സുനിൽ നരൈനും എത്തുന്നു. ഇവർ നയിക്കുന്ന സ്പിൻ അറ്റാക്കിനെ മുംബൈയുടെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർ എങ്ങനെ നേരിടും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഒരുപക്ഷെ ഈ മത്സരത്തിന്റെ ഫലം നിർണ്ണയിക്കപ്പെടുക. ഈ ഒരു സ്പിൻ ത്രെറ്റ് നെഗേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ എന്നിവരടങ്ങുന്ന മിഡിൽ ഓർഡർ തന്നെയാണ്. ആ ഒരു മിഡിൽ ഫേസ് മുംബൈ ഇന്ത്യൻസിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഡെത്ത് ഓവേഴ്സിൽ മികച്ച രീതിയിൽ റൺസ് സ്കോർ ചെയ്യാൻ കഴിയും. കാരണം KKRന്റെ ഡെത്ത് ബൗളിംഗ് എന്ന് പറയുന്നത് അത്ര മികച്ച ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മിഡിൽ ഫേസിലായിരിക്കും ഈ മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കപ്പെടുക എന്ന് ഞാൻ പറഞ്ഞത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വാങ്കഡയിലെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഈ സീസണിലെ ആദ്യ വിജയം നേടാൻ മുംബൈ ഇന്ത്യൻസിനാവുമോ? അതോ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തുടർച്ചയായ 2ാം വിജയം നേടുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക് ടോക്സ് വിത്ത് കിരൺ.